തകർന്നവർക്ക് സൗഖ്യവും ബദ്ധന്മാർക്ക് വിടുതലും. പ്രയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ആൻഡ് പവർ എന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദീർഘവർഷങ്ങളായി കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വചനപ്രഘോഷണം ചെയ്തു വരുന്ന കർത്തൃദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് നിങ്ങൾക്കായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ഈ വചന കേൾവി ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ദിവസത്തിൻ്റെ മണിക്കൂറുകൾക്കായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവവചനത്തിൻ്റെ മേഖലയിൽ ദൈവം നമ്മെ സഹായിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി ദൈവം വാഴ്ത്തിക്കൊണ്ട് വീണ്ടും നിങ്ങളുടെ മുമ്പാകെ ദൈവവചനവുമായി നിൽക്കുകയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വേർഡ് ഇൻ പവർ, വചനം ശക്തിയിലെന്നുള്ള ഈ ശുശ്രൂഷയിൽ കൂടെ വചനം കേട്ട് അനുഗ്രഹിക്കപ്പെട്ട എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുകയും നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളെ ഓർക്കണം. അപ്പോൾ തന്നെ പ്രാർത്ഥനയ്ക്കായിട്ട് അനേകരെ വിളിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി സമയം കണ്ടെത്താനും പ്രാർത്ഥിക്കാനും ദൈവം സഹായിക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾ വിളിച്ച് പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ തന്നെ നിങ്ങൾ ഭാരപ്പെടരുത്. നിങ്ങൾ വീണ്ടും വിളിക്കണം. ഈവൻ അതർവൈസ് അല്ലെങ്കിൽ തന്നെ ഒരു മിസ് കോൾ കണ്ടാലെങ്കിലും സമയം പോലെ തിരിച്ച് വിളിക്കാറുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ശ്രമിക്കണം, പ്രാർത്ഥിക്കണമെന്ന് ഈ അന്ത്യകാലത്ത് ഈ പ്രത്യേക കാലഘട്ടത്തിൽ ഇതിനുള്ള ദൈവത്തിൻ്റെ കൃപ എല്ലാവരുടെ മേലും വ്യാപരിച്ച് അനുഗ്രഹിക്കപ്പെടാൻ ദൈവമേ കരുണ ചെയ്യണേ. നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇപ്പോഴും വേർഡ് ഇൻ പവർ ഈ വചനം യൂട്യൂബിൽ കൂടെ നിങ്ങൾക്ക് ലഭ്യമാണ്. അതുകൂടെ വേർഡ് ഇൻ പവർ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഡോക്ടർ ജോർജ് വർഗീസ് ടൈപ്പ് ചെയ്താൽ മെസ്സേജസൊക്കെ അതിലുണ്ട്. സമയം പോലെ നിങ്ങൾക്കത് ശ്രദ്ധിക്കാം, പ്രയോജനപ്പെടാം. ഞങ്ങളെ വിളിക്കുന്നത് സന്തോഷം എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. വീണ്ടും ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. ഇന്ന് ദൈവം നമ്മെ അനുഗ്രഹിക്കും. നിത്യനായ ദൈവമേ, സ്വർഗപിതാവേ, അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഞങ്ങൾ വീണ്ടും സ്തോത്രം ചെയ്യും. നിൻ്റെ എല്ലാ നടത്തിപ്പും എൻ്റെ ഭാഗ്യം നിറവല്ലോ എന്ന് ഭക്തൻ പാടി. കർത്താവേ, നീക്ക് തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. നിൻ്റെ അനുഗ്രഹങ്ങൾ നിൻ്റെ ജനത്തിൻ്റെ മേൽ നൽകിയിട്ടുണ്ട്. ദാസനായ പൗലോസിൽ കൂടെ ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ചിന്തിക്കുമ്പോൾ അത് കൂടുതൽ അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിക്കണം. അതിനും കേൾക്കുന്നവരെ ദൈവാത്മാവ് സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. അന്ധകാരമുള്ള ലോകത്തിൽ ദൈവങ്ങളുടെ ഭദ്രതയിൽ എല്ലാവരും പരിപാലിക്കപ്പെടാനും ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിപ്പാനും ഇടയാകും. ഇളയവനെ ഈ പകൽക്കാലം താവേ ആത്മാവിനാൽ നിറയ്ക്കണം. വചനം പറയാൻ കൃപയും അഭിഷേകവും തരണം. ദൈവിക ജ്ഞാനത്തോടെ നിർത്തണം. ശരീരാത്മതകളെ ബലപ്പെടുത്തണം. എല്ലാം മഹത്വത്തിനായി തീരണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ അല്ലെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നാം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിൻ്റെ ചിന്തകൾ, പ്രാർത്ഥനകൾ ഒക്കെ നാം ചിന്തിക്കുകയുണ്ടായി. കൂടാതെ കൊണ്ട് അപ്പോൾ ഈ അനുഗ്രഹങ്ങൾ, സ്വർഗത്തിലെ ധാരാളമായ റിച്ചസ്, ധനം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു. എന്നാൽ ഇത് ലഭിക്കാതെ പോകുന്ന ചില അവസ്ഥയെക്കുറിച്ച് ഇവിടെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് ചിന്തിക്കട്ടെ. People are not getting it, rather they miss it because of the reason. There are certain areas. ലോകം, ജഡം, പിശാച് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റി കൃപ നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ഒരു പ്രാകൃത മനുഷ്യരായി കൃപയില്ലാതെ ജീവിച്ച് അവസാനിക്കാനല്ല. അതിനൂടെ ദൈവമേ കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിച്ച അവസ്ഥകളുണ്ട്. ഇന്ന് തുടർന്ന് നമ്മൾ അതിനോട് തുടർന്ന് നമുക്ക് ദൈവം തൻ്റെ മഹാകരുണയാൽ അല്ലെങ്കിൽ തൻ്റെ ക്രിസ്തുയേശുവിൽ കൂടെ നമുക്ക് സാധിച്ചെടുത്ത രക്ഷണ്യ പ്രവൃത്തികൾ, അല്ലേ, സ്തോത്രം, അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ചില മേഖലകളെ നാം ചിന്തിക്കാൻ താല്പര്യപ്പെടുകയാണ്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പാപത്തിൻ്റെ ശിക്ഷാവിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ ദൈവം നമ്മോട് കാണിച്ച മഹാസ്നേഹത്തിൻ്റെ അല്പകാര്യങ്ങൾ അല്പമായി ഈ വേദഭാഗത്തു നിന്ന് വിശദീകരിക്കാൻ താല്പര്യപ്പെടും. അതിനാധാരമായി നമ്മൾ എഫേസ്യ ലേഖനമാണ് ചെയ്യുന്നത്. 2-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ താല്പര്യപ്പെടുന്നു. കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്തോടെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അത് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകും. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. ഈ വേദവചനമാണ് ഇന്ന് നാം ചിന്തിക്കുക ആധാരമായി എടുത്തിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പം ദൈവം നമുക്ക് വേണ്ടി ചെയ്ത മഹാകരുണ, അല്ലേ, നമ്മെ രക്ഷിക്കാനായിട്ട് ദൈവം എന്ത് ചെയ്തു, അല്ലെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കണ്ടിന്യൂസ് ആണല്ലോ. ഈ ലൗഡസ് അത് നമ്മെ സ്നേഹിച്ചു. എന്തുവാ സ്നേഹം? കരുണാസമ്പന്നനായി നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. ഗ്രേറ്റ് ലവ്, അല്ലേ? എന്തോ സ്നേഹം, വലിയ സ്നേഹം. അവൻ 3:16 സ്നേഹത്തില്ല, ഇത്ര വലിയ സ്നേഹമെന്നും പറഞ്ഞ് തുടങ്ങുന്നു. പക്ഷെ ഇവിടെ മഹാസ്നേഹം. എങ്ങനെ ഈ ഈ മഹായുടെ അർത്ഥം എന്നാ? 1 യോഹന്നാൻ 3:1 പറയുന്നു, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കും.
ഇതെല്ലാം സ്നേഹമൊന്നും, പക്ഷേ അതിൻ്റെ വിവിധ വശങ്ങളാണ്. ഡിഫറെൻ്റ് ഏരിയാസ് ഓഫ് ലവ്. ദ ഹോളി സ്പിരിറ്റ് വാണ്ട്സ് ടു റിവീൽ ദ ഗ്രേറ്റ്നെസ് ഓഫ് ഗോഡ്സ് ലവ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ നമ്മെ രക്ഷിച്ച മഹാസ്നേഹത്തെക്കുറിച്ച് അതിൻ്റെ വലിപ്പം വിവിധ മേഖലകളിൽ നമുക്ക് വെളിപ്പെടുത്തി തരിക പരിശുദ്ധാത്മാവ് വിവിധ വാക്യങ്ങളിൽ കൂടി. അപ്പോൾ നമ്മളെ സ്നേഹിച്ചു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചിന്തിക്കാൻ. ഏത് മേഖലയിലല്ലേ നമ്മെ സ്നേഹിച്ച അതിക്രമങ്ങളിൽ മരിച്ചവരല്ല. മരണത്തെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. നൗ ബട്ട് വി ആർ റൈസ്ഡ്. നമ്മളെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. കൃപയാൽ അത്രയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ബൈ നേച്ചർ ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമല്ലേ? 1 യോഹന്നാൻ 4:8 പറഞ്ഞു ദൈവം സ്നേഹം. ദൈവം ആകമാനം പറഞ്ഞ സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മഹത്വം അത്ര വലുതാണ്. ഈവൻ ഇഫ് ദർ വാസ് നോട്ട് ഈവൻ എ സിംഗിൾ ഗോഡ് വുഡ് ഹാവ് ലവ്ഡ് ആൻഡ് ബിക്കോസ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഹിസ് ബീയിങ്. ദൈവത്തിൻ്റെ സ്വഭാവമാണ് സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കുറഞ്ഞൊന്നുമില്ല ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ട് വേദചിന്തകന്മാർ പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് ചില ആട്രിബ്യൂട്ട്സ്, ചില വിശേഷതകളൊക്കെ ഉണ്ട്. അതായത് കർത്താവ് ദാറ്റ് ഹി പൊസസ്, തന്നെത്താൻ പൊസസ് ചെയ്യുന്ന, താൻ കീപ്പ് ചെയ്യുന്ന ഇൻസ്ട്രിനിക് എന്ന് പറയും. അതായത് അന്തർലീനമായിരിക്കുന്ന ചില ഗുണങ്ങൾ ദൈവത്തിനുണ്ട്. അതെന്തുവാ? അതായത് ജീവൻ, സ്നേഹം, ലൈഫ്, ലവ്, ഹോളിനെസ്, വിശുദ്ധി, ഇതെല്ലാം ദൈവത്തിൻ്റെ അന്തർലീനമായിരിക്കുന്ന സ്വഭാവമാണ്. അതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, സവിശേഷതകളാണ്. അപ്പോൾ തന്നെ there are other areas relates to his create. തൻ്റെ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് ചില പ്രത്യേകതയുണ്ട്. അതിന് റിലേറ്റീവ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയും, ആപേക്ഷികമായിട്ടുള്ള സവിശേഷതകൾ. അത് മനുഷ്യാദിയോടുള്ള ബന്ധത്തിലാണ് കേട്ടോ. എന്ന് വെച്ചാൽ എന്താ നമ്മൾ മനസ്സിലാകും? ദൈവം സത്യമെന്ന് നമുക്കറിയാം. ഗോഡ് ഈസ് ട്രൂത്ത്. When it relates to man, it becomes faithfulness. ദൈവം സത്യമായി നാം മനുഷ്യനുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അത് വിശ്വസ്തതയായി മാറുക. ദൈവത്തിൻ്റെ സ്വഭാവവിശേഷങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ബൈ നേച്ചർ ഗോഡ് ഈസ് ഹോളി. ദൈവം സ്വഭാവേന വിശുദ്ധനാണ്, വിശുദ്ധിയാണ് മുഴുവൻ. എന്നാൽ മനുഷ്യനുമായിട്ട് when it relates to the man, മനുഷ്യനുമായി ബന്ധപ്പെടുമ്പോൾ that become justice. എന്ന് വെച്ചാൽ മനുഷ്യനുമായി ബന്ധപ്പെടുമ്പോൾ അതെന്തായി മാറുമെന്ന് അറിയാമോ? നീതി, ന്യായം. ഇതാണ് ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത. ദൈവത്തിന് അപ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ദൈവസ്നേഹമെന്ന് പറയുന്നത്, അഥവാ സ്നേഹമെന്ന് പറയുന്നത് ദൈവത്തിൽ അന്തർലീനമായിരിക്കുന്ന ഒരു വലിയ സത്യമാണ്, ഒരു വിഷയമാണ്, സവിശേഷതയാണ്. എന്നാൽ അത് പാപിയുമായി ബന്ധപ്പെടുമ്പോൾ അത് കൃപയും കരുണയുമായി മാറും. When it relates to the man, it becomes grace and mercy. ശ്രദ്ധിക്കണമേ, ദൈവം ഉന്നതനായ ഒരു ദൈവമാണ്. മനുഷ്യനായിട്ടൊന്നും താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല. ബട്ട് ആ ദൈവത്തിൻ്റെ ആ കൃപയുടെ ഒഴുക്ക് മനുഷ്യനിലേക്ക് കടന്നു വരാൻ ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചാണ് നമ്മിലേക്ക് അത് ഒഴുകി വരുന്നതെന്നുള്ളത് അതെല്ലാം ദൈവത്തിൻ്റെ സോവർണിറ്റി, പരമോന്നത അധികാരത്തിൽപ്പെട്ട കാര്യവുമാണ്. ദൈവത്തിന് സ്തോത്രം. കൃപയിലും കരുണയിലും സമ്പന്നനാണ്. ഈ സമ്പന്നത പാപിയുടെ രക്ഷയ്ക്ക് കാരണമായി. അതാണ് ദൈവത്തിൻ്റെ കരുണയും നമ്മൾ ഓർക്കേണ്ട. ദൈവത്തിന് എന്താ? ഇൻ ഹിസ് ഗ്രേസ് ഹി gives us what we do not deserve. തൻ്റെ കൃപയിൽ നമ്മൾക്ക് അർഹിക്കാത്തത് ദൈവം നൽകുന്നു. മനസ്സിലാക്കണം ഇപ്പം ഈ പറയുന്ന കാര്യം. ഇൻ ഹിസ് ഗ്രേസ് ഹി gives us what we do not deserve. തൻ്റെ കൃപയിൽ നമുക്ക് അർഹിക്കാത്തത് ദൈവം നൽകുന്നു. ഇൻ ഹിസ് mercy, തൻ്റെ കരുണയിൽ he doesn't give what we deserve. എന്താ മനസ്സിലാക്കിയേ? നമുക്ക് അർഹമായത് ദൈവം തരുന്നില്ല തൻ്റെ കരുണയിൽ. കിട്ടിയോ? കൺഫ്യൂഷൻ ഉണ്ടോ? കൃപയിൽ നമുക്ക് അർഹമായത് അർഹിക്കാത്തത് ദൈവം തരുന്നു, കരുണയിൽ അർഹിക്കാത്തത് തരാതിരിക്കുന്നു. എന്താ തരാതിരിക്കുന്നത്? പാപികളായി നമ്മൾ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരാ. ആ ശിക്ഷ നമുക്ക് തരാതിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. ഈവൻ ഡേ ടു ഡേ ലൈഫ് ഒന്ന് പരിശോധിച്ചേ, എന്തെല്ലാം ജീവിതത്തിൽ തെറ്റുകൾ വരുന്നുണ്ട്. അവിടെയൊക്കെ ദൈവം ഒരു വടിയെടുത്ത് അടിക്കാനിരുന്നാൽ ആരെങ്കിലും കാണും. സോ ഇൻ ഹിസ് ഗ്രേസ്, ഇൻ ഹിസ് മേഴ്സി, തൻ്റെ കരുണയാണ്.
അതുകൊണ്ട് ഒരിക്കലും ഒരു ഭക്തൻ പാടി, കരുണാനിധിയെ കാൽവറി അൻപേ നീ മാത്രമാണ് എനിക്ക് ആധാരം. ആ പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിൽ ആശ്രയിച്ച് ആ കരുണാനിധിയെ അടച്ചു കളയല്ലേ. 40-ാം സങ്കീർത്തനം പറയുന്നു, നിന്റെ കരുണ നീ അടച്ചു കളയുന്ന ദൈവമല്ല. ഈ കരുണയ്ക്കായി, ഈ കരുണ എന്ന് പറഞ്ഞാൽ എത്ര വലുപ്പമാണ്. യെരിഹോവിൻ്റെ എതിർക്കൊള്ളൊരു കുരുടൻ ഇരുന്നുകൊണ്ട്, യേശുവേ ദാവീദ് പുത്രാ എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന് വെച്ചാൽ, ഐ ആം അൺഹോളി അഗ്ലി ക്രീച്ചർ, ഞാൻ തെറ്റുകാരനാ, മോശക്കാരനാ, പോരായ്മയുള്ളവനാ, പക്ഷേ നിന്റെ കരുണയിൽ എന്നെ കടാക്ഷിക്കണേ. ഇതാ പ്രാർത്ഥന. ഇതെല്ലാവരുടെയും പ്രാർത്ഥന ഇങ്ങനെ പറ്റൂ. ഞാൻ വലിയ പുള്ളിയാണെന്നൊന്നും പറഞ്ഞ് ദൈവസന്നിധി ചെല്ലണ്ട, ഒന്നും കിട്ടത്തില്ല. ദാവീദ് അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവമേ ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു ഉറങ്ങിയിരിക്കുന്ന മനസ്സ്, ഹൃദയത്തെ നീ നിരസിക്കത്തില്ല. ഹല്ലേലൂയ. കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കാൻ ദൈവം നമ്മെ സ്നേഹിക്കുന്ന മഹാസ്നേഹത്തിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കാൽവറി വെളിപ്പെട്ട ആ മഹാസ്നേഹം, ആ രക്ഷ, ആ കരുണ എത്ര വലുതാ ദൈവത്തിന് വാസം. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. കാൽവറിയിലാണ് പാപത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഹേറ്റ്രഡ് ദൈവം വെളിപ്പെടുത്തിയത്. അപ്പം തന്നെ പാപിയെ രക്ഷിക്കാനുള്ള മഹാസ്നേഹവും കാൽവറിയിലാണ് വെളിപ്പെടുത്തി. ഇത് രണ്ടും കൂടെ സമന്വയിച്ചൊരു സ്ഥലമാണ് കാൽവറി. നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. താവേ നിൻ്റെ സ്നേഹം എത്ര വലുതാണ് അല്ലേ. അപ്പോൾ ഒന്നാമത് നമ്മൾ വായിച്ച ഈ വേദവചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കരുണാസമ്പന്നനായ ദൈവം, മഹാസ്നേഹം. He loved us. He granted his grace and mercy. ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. അത് അന്ന് മാത്രമല്ല, രണ്ടാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം തന്നെ, അതിക്രമങ്ങളിൽ മരിച്ചവരായ നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുക. ഈ ക്വിക്കൻഡസ് നമുക്ക് ജീവൻ തന്നു, ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളിൽ മരിച്ചവരായ നമ്മെ, യെസ് എന്ന് വെച്ചാൽ എന്തുവാ, He made us alive even when we were dead in sins. പാപത്തിൽ നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ തന്നെ അവനെ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നാണ്. തട്ടിക്കളഞ്ഞില്ല, തകർത്ത് കളഞ്ഞില്ല, വിട്ടുകളഞ്ഞില്ല കേട്ടോ. ഈ സ്പിരിച്വൽ റിസറക്ഷൻ, ഈ ആത്മീയമായ പുനരുദ്ധാനം, ഉയർപ്പ് എങ്ങനെയാണ് കർത്താവ്? ബൈ ദ പവർ ഓഫ് റിസറക്ഷൻ അല്ലേ. അല്ലെങ്കിൽ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് ദൈവം നമുക്ക് തന്ന എങ്ങനെ? തൻ്റെ വചനം ഉപയോഗിച്ച് നമ്മളെ ഈ ഉയർപ്പിച്ചത് ആത്മാവിൻ്റെ ശക്തി കൊണ്ട്, തൻ്റെ വചനത്താൽ നമ്മെ ഉയർപ്പിച്ചു. ഫോർ എക്സാമ്പിൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ, കർത്താവിൻ്റെ പരശിഷ്യുടെ കാലത്ത് കർത്താവ് ചില ജീവിതങ്ങളെ ഉയർപ്പിച്ചല്ലേ. എവിടെ? ലൂക്കോസ് 7 നമ്മൾ വായിക്കുന്നു, 11 മുതൽ 17 വരെ. ദ വിഡോ സൺ, ഈ പട്ടണത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ച് നമുക്ക് വായിക്കുന്നുണ്ട്. ലൂക്കോസ് 8, 49, 50 വായിക്കുമ്പോൾ യായിറൂസിൻ്റെ മകളെ ഉയർപ്പിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ 11, 41 മുതൽ 46 വരെ വായിക്കുമ്പോൾ ആശ്രണ ഉയർപ്പിച്ചത് വായിക്കുന്നുണ്ട്. ഇതെല്ലാം ഫിസിക്കൽ റിസറക്ഷനാണ്. പക്ഷെ ഇവിടുത്തെ വ്യത്യാസം, ഇവിടുത്തെ പ്രത്യേകത, ഹി സ്പോക്ക് ദ വേർഡ്. എല്ലായിടത്തും വചനമാണ് പറഞ്ഞത്. ദാസറേ പുറത്തു വരിക, മെയ്ഡൻ അറൈസ്, ബാല്യക്കാരിയോട് എഴുന്നേക്കാം, അഞ്ചും തൊട്ടു മരിച്ചവൻ റൈസ്. ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് പവർഫുൾ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്, ശാരീരികമായ ഈ 3 പുനരുദ്ധാനങ്ങളും ലോകപ്രകാരം അല്ലെങ്കിൽ ജഡത്തിലെ മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റ് ജീവൻ പ്രാപിച്ചത് നമ്മൾ വായിച്ചല്ലോ. അങ്ങനെ ആത്മീയമായി മരിച്ച മനുഷ്യനും ഇങ്ങനെ വചനം കേട്ട് ജീവിക്കും, ഉയർത്തെഴുന്നേക്കാൻ. ദാറ്റ് ക്വിക്കൻഡസ്, ജീവിപ്പിക്കും. എങ്ങനെ? മരിച്ചവർ ദൈവപുത്രൻ, യോഹന്നാൻ 5:23-24, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു എന്ന് കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞു. അങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്നാൽ നമ്മുടെ സ്പിരിച്വൽ റിസറക്ഷൻ, ആത്മീയമായ ഉയർപ്പ് അല്ലെങ്കിൽ പുനരുത്ഥാനം എന്ന് പറയുന്നത് മറ്റുള്ളതിനേക്കാളൊക്കെ ഉയർന്ന ഒരു അനുഭവത്തിലുള്ളതാണ്. അതെപ്പോഴും ഓർത്തിരിക്കണം. ദൈവത്തിന് സ്തോത്രം. കാരണം നമുക്ക് ഈ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മളെ അങ്ങ് ബന്ധിക്കുക, യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്. എങ്ങോട്ടേലും ഒന്നൊന്നുമല്ല. now we have a സ്പെഷ്യൽ ഐഡൻറ്റിറ്റി. നമുക്കൊരു ഐഡൻറ്റിറ്റി, ഒരു സ്ഥാനം, നമുക്കല്ലേ, ഒരു മഹിമ.
ഉള്ളൊരു മേഖലയിലേക്ക് നമ്മെ ഉയർത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മെ കർത്താവ് ഇങ്ങനെ ഉയർപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ ആ കർത്താവ് തലയാകുന്ന ക്രിസ്തുവുമായിട്ട് നമ്മുടെ ശരീരവുമായിട്ട് ഒന്നിച്ചു ചേരുക, ശരീരത്തിൻ്റെ അവയവമായിട്ട് നമ്മളായിത്തീരുക. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എന്താണെന്നറിയാമോ? സോ ദാറ്റ് വി ഷെയർസ് ഹിസ് റിസറക്ഷൻ ഇൻ ആൻഡ് പവർ ഇൻ അവർ ലൈഫ്. ആ റിസറക്ഷൻ പവർ, ആ പുനരുദ്ധാന ശക്തി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവമാക്കുക, അല്ലെങ്കിൽ നമ്മൾ സ്വീകരിച്ച് അനുഭവമാക്കുക എന്നുള്ളതാണ്. 2 കാര്യം ഞാൻ പറഞ്ഞു. ഈ ലവ്ഡ് us, നമ്മെ സ്നേഹിച്ചു. ഈ quickened us, നമ്മളെ ഉയർപ്പിച്ചു. 3 2:6 വീണ്ടും എന്താ? ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്തധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ ഓർമ്മിപ്പിക്കട്ടെ, വി ആർ നോട്ട് റേസ്ഡ് ആൻഡ് ലെഫ്റ്റ് ഇൻ ദ ഗ്രേവ് യാർഡ്. നമ്മളെ മരണത്തിൽ നിന്ന് ഇങ്ങനെ ഉയർപ്പിച്ചതിന് ശേഷം നമ്മളെ ശവപ്പറമ്പിൽ ഇട്ടിരിക്കുകയല്ല കർത്താവ് കേട്ടോ. പിന്നെ എന്ത് ചെയ്തു? Because we are raised with Christ, we are united with Christ. നമ്മൾ കർത്താവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതുകൊണ്ട് കർത്താവുമായി യുണൈറ്റ് ചെയ്തിരിക്കുക, ഒന്നിച്ച് ബന്ധപ്പെട്ടിരിക്കുക. നമ്മൾ വേറെയല്ല. അപ്പം കർത്താവ് ഇവിടെ ഇരിക്കുന്ന അവിടെ നമ്മളെ ഉയർത്തി എവിടെ ഇരുത്തി? സീറ്റഡ് ഇൻ ഹെവൻലി പ്ലേസസ്. ഇതെന്തൊരു വലിയ സത്യമെന്നറിയാം. സ്വർഗസ്ഥലങ്ങളിൽ നമ്മളെ ഇരുത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവർ ഫിസിക്കൽ പൊസിഷൻ ഇവിടെ തന്നെയാണ്. നമ്മൾ ഈ നാട്ടിലൊക്കെയാണ് നടക്കുന്നത് അല്ലേ, ഈ റോഡിൽ കൂടെ പോകുന്നത്. പക്ഷെ അവർ സ്പിരിച്വൽ പൊസിഷൻ ഈസ് ഇൻ ഹെവൻ. ഓർത്തോ? ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ ആ ഒരു ഓർമ്മയുള്ളവരാണോ പ്രിയപ്പെട്ടവർ? ഒരു ദൈവവേദന എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മാന്യതയുണ്ട്, അതിൻ്റെ ഒരു ഗ്രേറ്റ്നെസ് ഉണ്ട്. എത്ര പേര് ചിന്തിക്കുന്നുണ്ട്? പലർക്കും അതങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല. പേര് പറയും, ഞാനൊരു വിലഹീന വെച്ചു, ഞാനൊരു പാവം പിടിച്ചു. എന്തുവാ? അങ്ങനെയാണോ? നമുക്ക് ദൈവം തന്നിരിക്കുന്ന സ്ഥാനം. ദൈവത്തിന് മക്കളെ സ്തോത്രം. നമുക്കറിയാം, കർത്താവ് ലാസറിനെ ഉയർപ്പിച്ച് കഴിഞ്ഞ് യോഹന്നാൻ 12 ആരംഭത്തിൽ എവിടെ ആയിരിക്കും? കർത്താവിനോടുകൂടെ പന്തിയിരിക്കുക. പക്ഷേ ഈ റിയാലിറ്റി, ഈ യാഥാർത്ഥ്യം പല വിശ്വാസികളും മറന്നു പോകാം. നമ്മുടെ പൊസിഷൻ അത്. നമ്മൾ ഉയർത്തെഴുന്നേറ്റ് നമ്മൾ കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായി കഴിഞ്ഞപ്പോൾ കർത്താവിനോട് യുണൈറ്റ് ചെയ്ത് കഴിഞ്ഞു, ആ ശരീരത്തിൻ്റെ അംശമായി തീർന്നു കഴിഞ്ഞാൽ നമ്മൾ വി ആർ ഓൾവേസ് വിത്ത് ക്രൈസ്റ്റ്. വി ഹാവ് ദാറ്റ് പൊസിഷൻ. ബട്ട് മെനി എ പ്ലേസ്, പലപ്പോഴും പലരും ഇത് ഇഗ്നോർ ചെയ്ത് കളയുക അല്ലേ. അങ്ങനെ ആകരുത്. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ പത്രോസ് എന്തോ പറഞ്ഞ്? നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൻഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും. ഇങ്ങനൊരു ജാതി ഉണ്ടോ? അതറിയാവുന്ന ഭക്തന്മാർ പണ്ട് പാടിയ യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം അവകാശമാം ജനം നാം. ഈ ഒരു ബോധം ഉണ്ടായിരിക്കും. നമ്മൾ സാധാരണക്കാരല്ല, നമ്മൾ ഇവിടുത്തുകാരല്ല, നമ്മൾ സ്വർഗീയ പൗരന്മാരാണ്. പക്ഷേ ആശയാഭിലാഷം ഇവിടെ കിടന്ന ഈ ചിന്തയൊന്നും വരത്തില്ല കേട്ടോ. എങ്ങനെയും 4 കാശ് കൂടെ ഉണ്ടാക്കണം, 4 കാര്യം ഉണ്ടാകും, 4 കെട്ടിടം കൂടെ ഉണ്ടാക്കണം. നോ, അതിനൊന്നും ഞാൻ തെറ്റ് പറയാമെന്ന് ഇരിക്കുകയല്ലേ. ചെയ്തു. പക്ഷേ പ്രയോറിറ്റി ശ്വാസമിട്ട ദൈവം, അത് ദൈവത്തിന് പ്രയോജനമായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ കരുണ ചെയ്യണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ ദുഃഖം എന്ന് പറയട്ടെ, അനേക വിശ്വാസികളും ദൈവം വെച്ച് ഈ സ്ഥാനവും മഹിമയും ഒന്നും മനസ്സിലാക്കാതെ അന്യവാസികളായിട്ട് ജീവിക്കാം. അങ്ങനെ ആകരുത്. ആത്മീയ വിശ്വാസികളെ സ്നേഹത്തോടെ പറയട്ടെ, ദൈവം തന്ന അനുഗ്രഹങ്ങൾ, നന്മകൾ, അത് നല്ല രീതിയിൽ പ്രയോജനം, സ്റ്റാൻഡേർഡ് ഉള്ളവരായി ജീവിക്കാൻ. ഗോഡ് ഹാസ് എക്സാൾട്ടഡ് അസ്. നമ്മെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുക. മൈസൂരായിട്ടിരിക്കുന്ന കച്ചേരിയാന്നൊരു പഴഞ്ചൊല്ലുണ്ട് കേട്ടോ. നമ്മളിരിക്കുന്നിടം സ്വർഗമാണ്. അങ്ങനെ ആയിരിക്കട്ടെ. ആ പ്രവൃത്തി നമ്മിൽ കൂടെ വെളിപ്പെടാൻ ഇടയാകുകയും ചെയ്യട്ടെ എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്ഥാനവും പദവിയും മനസ്സിലാക്കാതെ താഴ്ന്ന നിലയിൽ ജീവിപ്പാനല്ല, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റവരായ ഉയരങ്ങളിൽ, ഉന്നതങ്ങളിൽ, ഈ ഹെവൻലി പ്ലേസസിൽ, അതെ ആ മേഖലയിലുള്ള ആ സ്റ്റാൻഡേർഡിലുള്ള ജീവിത സാഹചര്യങ്ങളിൽ നമ്മിൽ നിന്ന് പുറപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. അത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിച്ചു. ഇദ്ദേഹത്തിൽ പറയട്ടെ, 2-ാം അധ്യായത്തിൻ്റെ 7, 8, 9 വാക്യം അടുത്ത് വായിക്കും. ഹി കീപ്സ് അസ്. അവൻ നമ്മെ സൂക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 2:7 മുതൽ എന്ത് വരിക? വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യുന്നതത്തെ വരും കാലങ്ങളിൽ കാണിക്കുന്ന ക്രിസ്തുയേശുവിൽ അവനോട് ഉയർത്തുകയും സ്വർഗസ്ഥലം ഇരുത്തുകയും കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടു.
തൻ്റെ കൃപയെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ദൈവം നമ്മെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം, കേട്ടോ. പിന്നെന്തോ, നിത്യത മുഴുവൻ നാം ദൈവത്തിൻ്റെ കൃപയുടെ മഹത്വം വെളിപ്പെടുത്തുന്നവരായിരിക്കണം. മഹത്വം കരയേറ്റുവാനായിട്ടുകൂടെ ആ ദൈവം നമ്മെ വീണ്ടെടുത്തത്. ഇത് ഓർത്തോണം. The ultimate purpose, it's and our salvation is not that we go to the eternity, but we ought to praise God and give glory to the God all through the eternity. അവന് രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിൽ നരകത്തിൽ നിന്ന് മാറി സ്വർഗത്തിൽ പോയി എന്ന് മാത്രം. ആ സ്വർഗത്തിൽ നിത്യത മുഴുവൻ കർത്താവിന് മഹത്വം കരയേറ്റുന്നവനായിരിക്കണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഞങ്ങളെ സഹായിക്കണമെന്നുള്ളത് നമ്മുടെ പ്രാർത്ഥനയായിരിക്കട്ടെ. എഫേസ്യർ 1:6, 12, 14 അത് രേഖപ്പെടുത്തിയിട്ട് അതിനോട് ബന്ധപ്പെട്ട വാക്യങ്ങൾ, കേട്ടോ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? If God has an eternal purpose for our life, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് അങ്ങനെ ഒരു നിത്യമായ പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മളത് ഫുൾഫിൽ ചെയ്യണ്ടേ, അത് പ്രാവർത്തികമാക്കണ്ടേ, സാധിച്ചെടുക്കണ്ടേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് പറ്റുന്നത്. He will keep us. ആ ദൈവമാണ് നമ്മെ സൂക്ഷിക്കുന്നത്, കേട്ടോ. ഫോർ ഓൾ എറ്റേണിറ്റി. എനിക്ക് വളരെ സന്തോഷം തരുന്നൊരു വാക്യം. നിത്യത മുഴുവൻ നമ്മെ പരിപാലിക്കുന്നു. നിത്യത മുഴുവൻ അവനെ സൂചിക്കാൻ, അവനെ സ്തുതിക്കാൻ, അവനെ മഹത്വപ്പെടുത്താൻ. സാൽവേഷൻ എന്ന് പറയുന്നത് എന്തുവാണെന്നറിയാം? നോട്ട് ഓൺ അവർ മെറിറ്റ്, നമ്മുടെ ശക്തിയിലൊന്നുമല്ല, എല്ലാം ദൈവത്തിൻ്റെ കരുണയാണല്ലോ. ഇതൊന്നും നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടുമല്ല. ഇത് അവർ സാൽവേഷൻ ഈസ് നോട്ട് എ ഗിഫ്റ്റ്, ഈസ് എ ഗിഫ്റ്റ് നോട്ട് ആൻ റിവാർഡ്. ഒരു പ്രതിഫലമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അതിന് വേണ്ടി കർത്താവ് കാൽവറിയിലെല്ലാം ചെയ്ത് ഞാൻ വിസ്തരിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ആകയാൽ കർത്താവേ, ഞങ്ങളുടെ ഈ ചെറിയ ജീവിതം അങ്ങേ നിത്യത മുഴുവൻ നിനക്ക് മഹത്വം കരയേറ്റുന്നൊരു ജീവിതാനുഭവങ്ങളിൽ ആമീൻ ഞങ്ങൾക്ക് വേണ്ടി ആ ദേവാലയത്തിലെ തിരശ്ശീല 2 ചിന്തി ഞങ്ങൾക്ക് വേണ്ടി പൊതുവഴി തുറന്ന് ആമീൻ അതിവിശുദ്ധ പരസ്ഥിലേക്ക് പ്രവേശനം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവേ, നിന്നോടൊന്നിച്ച് ആ സ്വർഗസ്ഥലങ്ങളിൽ നിത്യത മുതൽ നിത്യത വരെ നിന്നെ മഹത്വപ്പെടുത്താൻ. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. ഞങ്ങൾ നിന്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുന്നവരായി തീരാൻ, ഞങ്ങളുടെ ജീവിതം പ്രയോജനകരമായി തീരാൻ ഈ ആയുസ് ധന്യമാക്കണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? അതിനുവേണ്ടി കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ? അതിനുവേണ്ടി ദൈവത്തിൻ്റെ ശക്തി വേണ്ടേ? പ്രാർത്ഥിക്കുമോ? കർത്താവെ കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട്? ജീവിതം ഒരു ചെറിയ ഷോർട്ട് സ്പാൻ ഓഫ് ലൈഫ്. ഇത് അവസാനിക്കും. ഇതിനപ്പുറത്തുള്ള നിത്യതയെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ടോ? നിത്യത. കഴിഞ്ഞ കാല ഭക്തന്മാരൊക്കെ നിത്യതയെക്കുറിച്ച് പ്രസംഗിക്കുമായിരുന്നു. ഈ കാലഘട്ടങ്ങളിൽ ഒത്തിരി പ്രസംഗങ്ങളുണ്ടെങ്കിലും നിത്യതയെക്കുറിച്ച് പ്രസംഗങ്ങൾ വളരെ ചുരുക്കമാണ്. ഈ ലോകത്തിൽ മാത്രം അവസാനിക്കാനുള്ള ഭക്തിയാണെങ്കിൽ ഒരു പ്രയോജനമില്ല. എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്ത് മുന്നേറാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഭക്തനൊരിക്കൽ പാടി, ഒരു നാൾ നശ്വരലോകം വിട്ടു പിരിയും നാമതിവേഗം, ഓരോ നാൾ നശ്വരലോകം വിട്ടു പിരിയും നാമതിവേഗം, അങ്ങേ കരയിൽ നിന്നു നാം നേടിയതെന്തെന്നറിയും, ലോകം വരുത്തോ വില നാം ഒന്നാളറിയും, ലോകം വരുത്തോ വില നാം ഒന്നാളറിയും, വരുവി യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിയിൽ, വരുവീൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിയിൽ. ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം. നിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം, നിന്റെ ശക്തിക്കായി സ്തോത്രം. നിന്റെ കൃപാകരുണ എത്ര വലുതാ കർത്താവേ. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളാൻ വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാ പരിവർത്തി. ലോകം അതിൻ്റെ മോഹം ഒഴിഞ്ഞു പോകുമ്പോൾ ദൈവവേഷം ചെയ്യുന്നവൻ എന്നേക്കും ഇരിക്കുമല്ലോ. അതിനുവേണ്ടി നീ ഞങ്ങൾ കാൽവറിയിൽ മുതൽ മുടക്കിയതിനെ കുറിച്ച് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. നീ ഞങ്ങളെ സ്നേഹിച്ചല്ലോ, നീ ഞങ്ങളെ കരുതിയല്ലോ, നീ ഞങ്ങളെ ഉയർപ്പിച്ചല്ലോ, നീ ഞങ്ങളെ സൂക്ഷിക്കുന്നല്ലോ. വീഴാതെ വണ്ണം ഞങ്ങളെ സൂക്ഷിച്ച് തന്നെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ നിർത്താൻ കഴിവുള്ള ദൈവമേ, അവിടുത്തെ സന്നിധി ഞങ്ങൾ വിനയപ്പെട്ട് പ്രാർത്ഥിക്കും. അതിനെ കേട്ടവണ്ണമേ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കും. ആരും നഷ്ടപ്പെടലേ കർത്താവേ. എന്ത്യകാലത്ത് ഈ ലോകത്തിന് ചിന്തകളിൽ കുടുങ്ങിപ്പോകാൻ നിത്യതയെക്കുറിച്ച് ബോധമുള്ളവരായി, നിത്യതയെക്കുറിച്ച് കരുതലുള്ളവരായി ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണം.
ജീവിത ഭാരങ്ങളിൽ ദുഃഖിക്കുന്നവരെ ദൈവം വിടുവിച്ച് സഹായിക്കും. നന്മകളാൽ നിറയ്ക്കുന്നു. ഒരിക്കൽ കർത്താവെ, ഒരിക്കൽ കൂടെ എല്ലാ മഹത്വവും ദൈവവും ഞാൻ അർപ്പിച്ചു. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഗോഡ് ബ്ലെസ് യു. ഈ വചനങ്ങൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവയിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.